വന്ദനാദാസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. കോട്ടയം മുട്ടുച്ചിറ തമ്പിച്ചിറക്കാലായിലെ വീട്ടിൽ ഇന്നും കണ്ണീർ തോർന്നിട്ടില്ല. 2023 മെയ് 10 ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കത്രിക മുനയിൽ പിടഞ്ഞു വീണ ദിവസം. പോലീസ് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച സന്ദീപ് എന്ന കുറ്റവാളി വനിതാ ഡോക്ടറുടെ ജീവൻ എടുക്കുമ്പോൾ രക്ഷിക്കേണ്ടവർ സ്വയരക്ഷയോർത്ത് ഓടിമറഞ്ഞ ദിവസം. ചരിത്രത്തിൽ ആദ്യമായാണ് അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടുന്ന വാർത്ത നമ്മൾ കണ്ടത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കൊലപാതകം. ഇന്നും മനസാക്ഷിയുള്ളവരുടെ ഉള്ളുപൊള്ളിക്കുന്നു ആ ഓർമ്മകൾ. പ്രതി പൂയപ്പള്ളി സ്വദേശിയായ സ്കൂൾ അധ്യാപകൻ സന്ദീപ് 2 ദിവസം മുൻപ് കോടതിയിൽ കേസ് വിചാരണയ്ക്കെത്തി. മകളുടെ കണ്ണീർ ഓർമ്മകൾ തുളുമ്പുന്ന കോട്ടയം മുട്ടുച്ചിറ തമ്പിച്ചിറക്കാലായിൽ മോഹൻദാസും വസന്തകുമാരിയും നെഞ്ചുപൊള്ളി കാഴ്ചക്കാരായി. 2023 മെയ് 10 പുലർച്ചെ 4ഓടെയാണ് പൂയപ്പള്ളി പോലീസ് സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കാലിലുണ്ടായിരുന്ന മുറിവിൽ മരുന്ന് വെക്കവേ ഇയാൾ പെട്ടെന്ന് അക്രമാസക്തനായി. ഒപ്പമുണ്ടായിരുന്നവരെയും ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും സന്ദീപ് ക്രൂരമായി ആക്രമിച്ചു. പോലീസുകാരും ആശുപത്രി പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്ക് അന്ന് പരിക്കുപറ്റി. ജീവനക്കാർ ആശുപത്രിയിലെ മുറികളിൽ അഭയം തേടിയപ്പോൾ പരിക്കേറ്റ പോലീസുകാർ പുറത്തേക്കോടി ഷട്ടറിട്ടു. സന്ദീപിന് മുൻപിൽ അപ്രതീക്ഷിതമായാണ് ഡോക്ടർ വന്ദനാദാസ് അകപ്പെട്ടത്. അയാൾ വന്ദനയെ നിലത്ത് തള്ളിയിട്ട് സർജിക്കൽ കത്രിക കൊണ്ട് തലങ്ങും വിലങ്ങും കുത്തി. നിലവിളി കേട്ട് ഓടിയെത്തിയ ഹൗസ് സർജൻ സജിൽ സന്ദീപിനെ ചവിട്ടി വീഴ്ത്തി വന്ദനയെ തോളിലെടുത്ത് പുറത്തേക്ക് ഓടും വഴി പിന്നാലെ എത്തി വീണ്ടും സന്ദീപ് പുറത്തും നട്ടെല്ലിനും കുത്തി. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്ത് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വന്ദന മരിച്ചിരുന്നു. 26 മുറിവുകളാണ് അന്ന് വന്ദനയുടെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് കേരളമാകെ കത്തിപ്പടർന്ന രോക്ഷത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പുതിയ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടായി. കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് 83-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വന്ദനയുടെ മാതാപിതാക്കളുടെ ഹർജി കോടതി തള്ളി. ഇന്നും അന്വേഷണത്തിന്റെ ഗതിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കേരളം ഒന്നടങ്കം വന്ദനാദാസ് കൊലപാതകത്തിന്റെ വിധി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ.